അഗ്ലീസ്. ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നെറ്റ്ഫ്ലിക്സ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആ ഒരു സയൻസ് ഫിക്ഷൻ സിനിമകൾ നിർത്തേണ്ട സമയമായി. സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇറങ്ങിയ കാലം തൊട്ട് ഇപ്പോൾ വരെ നമ്മൾ കാണുന്ന സെയിം സ്റ്റോറി ഒരു മാറ്റവുമില്ലാതെ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമയ്ക്കകത്ത് ഒരു സാധനമില്ല. ഇൻസർജൻറ്റിനകത്തും ഡൈവേർജൻറ്റിനകത്തും പല പല സിനിമകളിലും നമ്മൾ ഇതേപോലെയുള്ള സ്റ്റോറികളുണ്ട്. അതേപോലെ തന്നെ സെയിം സ്റ്റോറിയെ വേറൊരു രീതിയിൽ ചെയ്തിട്ട് മറ്റേ പുറത്തെ തോട് വേറെയും അകത്തെ സാധനം സെയിം എന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്റ്റോപ്പിയ വേൾഡ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പം ടെക്നോളജിയാണ് അല്ലെങ്കിൽ റോബോട്ടിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഭയങ്കര പെർഫെക്റ്റ് ആയി, അതായത് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, പെർഫെക്റ്റാണ് എല്ലാവരും. 16 വയസ്സാവുന്ന സമയത്ത് എല്ലാ ആളുകളെയും ഒരു സർജറി ചെയ്യുന്നു. ആ സർജറി ചെയ്യുമ്പോൾ നമ്മളുടെ ഏറ്റവും പ്യൂറസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്താണോ അതാകും. അവരെല്ലാം വലിയൊരു സിറ്റിയിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഒരു 16 വയസ്സാകുന്നത് വരെ എല്ലാവരെയും ഇങ്ങനെ അഗ്ലി ആയിട്ടുള്ള ആളുകളാണെന്നുള്ള രീതിയിലിടുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലം കാണും. ഇവർ പറയുന്നൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ആ ഒരു ഇത് കാരണം വാറ് വന്നു, അങ്ങനെ നമ്മളുടെ വേൾഡ് മൊത്തം അല്ലെങ്കിൽ ഭൂമി മൊത്തം നശിച്ചു. അപ്പോൾ ഇവർ ഓർക്കിഡ് ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ സെയിം സാധനങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈവൻ ഏതാണ് ഇൻസർജൻറ്റിനകത്ത് ഇതൊക്കെ തന്നെയല്ലേ പറയുന്നതാണ്. അവിടെ ഈ പെർഫെക്ഷൻ എന്നുള്ളത് വേറെ രീതിയിലാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ടാലി യങ്ബ്ലഡ് എന്ന് പറയുന്ന നമ്മളുടെ നായിക അൺഫോർച്ചുനേറ്റ് അതല്ലെങ്കിൽ ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ റിബൽസിൻ്റെ അടുത്ത് ചെല്ലുന്നു. അത് വേറൊരു റീസൺ കാരണമാണ് ചെല്ലുന്നത്. പുള്ളിക്കാരിക്ക് പെർഫെക്റ്റ് ആവണമെന്നായിരുന്നു. അങ്ങനെ ചെല്ലുന്നതും പിന്നെ നമ്മൾ യൂഷ്വലി കാണാനുള്ള പോലെ തന്നെ അവിടെ ചെല്ലുമ്പം റിബലിയൻസിനെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഒറിജിനൽ വേൾഡ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മളുടെ ആ ഒരു വലിയ ടീംസ് ഉണ്ടല്ലോ, ഏത് വലിയ വേൾഡിലെ ടെക്നോളജിയിൽ ഡെവലപ്പായിട്ടുള്ള അവർ വരുന്നു. ഇവരെല്ലാം റിബൽസിനെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നമ്മൾ കണ്ട് മടുത്ത സെയിം സ്റ്റോറി അതേപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ. ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ക്ലൈമാക്സിൽ ഇതിനൊരു സെക്കൻഡ് പാർട്ടിനുള്ള ത്രെഡ് ഇട്ടിട്ടാണ് ഇതിൻ്റെ എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ ഒരു ഫസ്റ്റ് സിനിമയെ കണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ട് എന്നുള്ളത്. ജോയി കിങ് ആണ് ഈ ഒരു ടാലി യങ്ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു റോൾ ചെയ്തിട്ടുള്ളത്. ഒന്നും പറയുന്നൊന്നുമില്ല. ക്യാരക്ടറിനെ ഇപ്പം എങ്ങനെയാണ് പറയേണ്ടത്? ആ ഇൻസർജൻറ്റിനകത്തേക്ക് ലീഡിങ് റോളൊക്കെ എന്ത് കിടിലൻ റോളാണ്. ഇതൊരുമാതിരി തേഞ്ഞൊരു ലീഡിങ് റോള്. സത്യം പറയാം, ഒരു തേഞ്ഞ ലീഡിങ് റോളും തേഞ്ഞൊരു വില്ലനും, സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊരു തേഞ്ഞ സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കൊണ്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ബിലോ ആവറേജ് സിനിമ എന്നൊക്കെ ഞാൻ ഇതിനെ പറയുള്ളൂ. കാരണം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര മറ്റൊരു റഷോ കണ്ടിരിക്കാനായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിന് സെക്കൻഡ് പാർട്ട് ഇറക്കാതിരിക്കുക, ഇതോടെ അങ്ങ് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. എത്ര നല്ല സിനിമകൾ സെക്കൻഡ് പാർട്ട് ഇറക്കാനുണ്ട്. ഇതേപോലുള്ള കൂതറ സിനിമകൾ ഒരു ഫ്രാഞ്ചൈസി ആക്കണമെന്ന് ഞാൻ പറയില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയാം. അപ്പോൾ അതാണ് ദ അഗ്ലീസ്, നെറ്റ്ഫ്ലിക്സിൻ്റെ അഗ്ലീസ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെ ടൈം വേസ്റ്റ് ആണെന്ന് ഞാനാദ്യം പറയാമല്ലോ. അപ്പം നിങ്ങൾ സിനിമ പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.